നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിച്ചത് വ്യാപക പ്രതിഷേധത്തിന് കാരണമായി. KSEB ഫ്യൂസൂരി. മുള്ളരിങ്ങാട് ഹോമിയോ ആശുപത്രി ഇരുട്ടിലായിട്ട് ഒരു മാസം. രോഗികളെ പരിശോധിക്കുന്നതും മരുന്ന് കൊടുക്കുന്നതും മൊബൈൽ വെളിച്ചത്തിൽ. വണ്ടിപ്പെരിയാർ CHCയോടുള്ള അവഗണനയ്ക്കെതിരെ നടക്കുന്ന സമരത്തിൽ അധികാരികൾ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CP മാത്യു. സന്ധ്യ കഴിഞ്ഞാൽ കാളിയാർ പോലീസ് സ്റ്റേഷന്റെ പ്രവേശന കവാടത്തിൽ വെളിച്ചമില്ലാത്തത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതി. കോടിക്കുളം, വണ്ണപ്പുറം പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളും നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടുന്ന ഇവിടെ വഴിവിളക്കടക്കം യാതൊരു വെളിച്ച സംവിധാനവും ഇല്ല. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരത്തിൽ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നത് പൊതുജനങ്ങൾക്ക് ദുരിതമാകുന്നു. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ആധുനിക ശുചിമുറി കോമ്പൗണ്ടിലാണ് നഗരസഭയുടെ നേതൃത്വത്തിലുള്ള നിയമലംഘനം. ദിവസേന നൂറുകണക്കിന് ആളുകളെത്തുന്ന മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിർമ്മാണം പൂർത്തിയായ ആധുനിക ശുചിമുറി കോമ്പൗണ്ടിലാണ് പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ചത്. ദിവസങ്ങളായി ഇത് തുടരുന്നുണ്ട്. പ്ലാസ്റ്റിക് കത്തുമ്പോഴുള്ള പുകയും ദുർഗന്ധവും മൂലം യാത്രക്കാരും സമീപത്തെ വ്യാപാരികളും ദുരിതത്തിലായി. നമ്മുടെ വീട്ടിലൊരു പേപ്പർ ഇട്ട് കത്തിച്ചു കഴിഞ്ഞാൽ പോലും അത് നടപടിയെടുക്കുന്ന ആളുകളാണ് മുനിസിപ്പാലിറ്റിക്കാർ. ഇവർ സ്ഥിരമായിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ചാക്കണക്കിന് വേസ്റ്റ് വന്നിട്ട് ഇത് കത്തിച്ച് പരിസരം മുഴുവൻ പുകയും പരിസരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേര് നടപടിയെടുക്കാൻ ആരുമില്ല. അതിന് വേണ്ട രീതിയിൽ നടപടിയെടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ ആയിരക്കണക്കിന് ജനങ്ങൾ വന്നതാണ്. അപ്പോഴാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുത്തിയിട്ട് ഇവിടെ കത്തിക്കണേ. നമ്മളിവിടെ മുകളിൽ ഓഫീസുകളാണ്, ഇവിടെ ഇരിക്കാൻ നിർത്തിയില്ല. പല ദിവസങ്ങളും ഇങ്ങനെ കത്തിച്ച് ഇതിൻ്റെ ശ്വസിച്ച് ഇതിൻ്റെ ചുമ അങ്ങനെയുള്ള അസുഖങ്ങൾ വരികയാണ്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം കത്തിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്ന നഗരസഭ തന്നെയാണ് ഈ നിയമലംഘനം നടത്തുന്നത്. ഇതിന് ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കുന്നതിനൊപ്പം പൊതുസ്ഥലങ്ങളിൽ കൂട്ടിയിട്ട മാലിന്യം നീക്കം ചെയ്യണമെന്ന ആവശ്യവും ശക്തമാണ്. മടക്കത്താനം സെന്റ് പോൾസ് LP സ്കൂളിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ അഹല്യ ഫൗണ്ടേഷൻ ഐ ക്ലിനിക്കിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് പോത്തനാമൊഴി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രതീഷ് മോഹനൻ പ്രസംഗിച്ചു. അഹല്യ ആശുപത്രി PRO എബിൻ ക്യാമ്പിനെ കുറിച്ച് വിശദീകരിച്ചു. ഹെഡ് മിസ്ട്രസ് ബിബിറ്റ് ലൂക്കോച്ചൻ സ്വാഗതവും ഷൈനി T ജോസഫ് നന്ദിയും രേഖപ്പെടുത്തി. 100ഓളം ആളുകൾ പങ്കെടുത്ത ക്യാമ്പിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നേത്ര പരിശോധന നടത്തി. KSEB ഫ്യൂസൂരി. മുള്ളരിങ്ങാട് ഹോമിയോ ആശുപത്രി ഇരുട്ടിലായിട്ട് ഒരു മാസം. രോഗികളെ പരിശോധിക്കുന്നതും മരുന്ന് കൊടുക്കുന്നതും മൊബൈൽ വെളിച്ചത്തിൽ. പ്രതിഷേധവുമായി നാട്ടുകാർ. ജ്യോതിഷ് ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ വണ്ണപ്പുറം പഞ്ചായത്തിൽ മുള്ളരിങ്ങാട് പ്രവർത്തിക്കുന്ന ഹോമിയോപ്പതി ഹെൽത്ത് സെന്റർ ഇരുട്ടിലായിട്ട് ഒരു മാസമായിട്ടും പഞ്ചായത്തോ ബന്ധപ്പെട്ട വകുപ്പുകളോ അറിഞ്ഞ ഭാവമില്ല. മൊബൈൽ വെളിച്ചത്തിൽ രോഗികളെ പരിശോധിക്കുന്നതും മരുന്ന് കൊടുക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. രോഗികൾ വന്നു, കണ്ടില്ലാതെ മൊബൈൽ വെളിച്ചത്തിൽ വന്ന രോഗികൾ ലൈറ്റ് വെച്ച് കൊടുത്ത് കണ്ട് സാധനം മേടിച്ചുകൊണ്ട് പോകണം. ഇത് വളരെ മോശമായ ഒരു കാര്യമാണ്. സർക്കാർ ഡിസ്റ്റൻസിലല്ല ഇത് കറണ്ട് കിട്ടണം. ഇതിൻ്റെ അകത്തേക്ക് മരുന്ന് മാറി കൊടുക്കുക, എല്ലാവരും മരുന്നെടുത്ത് മാറി കൊടുത്താലോ പറഞ്ഞൊരു കാര്യമുള്ളൂ.
ഒന്നാമത് പനി സീസണും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കറണ്ട് പുനഃസ്ഥാപിക്കണം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുവാൻ ജീവനക്കാർ തയ്യാറായില്ല. ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടാനായിരുന്നു നിർദ്ദേശം. വൈദ്യുതി ബില്ലിൽ 2000 രൂപയോളം കുടിശ്ശിക വരികയും ഇത് സെക്രട്ടറിയെ അറിയിക്കുകയും തുക അടയ്ക്കാത്ത സാഹചര്യത്തിലാണ് വൈദ്യുതി വിച്ഛേദിച്ചതെന്ന് KSEB വ്യക്തമാക്കി. മേഖലയിൽ 2000-ലധികം വരുന്ന SC ഇതര വിഭാഗം ജനങ്ങളുടെ ക്ഷേമത്തിനായി 2010-ലാണ് SC ഡിപ്പാർട്ട്മെന്റിന്റെയും പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ ഹോമിയോ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ 2 ആഴ്ചയായി ഇവിടുത്തെ കറണ്ട് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സാധാരണ ജനങ്ങൾ ഒത്തിരി SC ആൾക്കാർ തന്നെ ഈ വാർഡിൽ തന്നെ 242 വീട്ടുകാർ ഒരു വാർഡിൽ തന്നെ മൊത്തം 2500-3000-ഓളം SC വിഭാഗങ്ങൾ ഈ പഞ്ചായത്തിലുണ്ട്. അപ്പോൾ പഞ്ചായത്തിൽ വേറെ ഹോമിയോ SCയുടെയും മറ്റ് ജനറൽ ഹോമിയോ ഉണ്ട് പുറത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പുനഃസ്ഥാപിക്കുന്നതിന് അവരുടെ ജില്ലാ ആഫീസിൽ നിന്നാണ് ഇതിൻ്റെ ഫണ്ടെല്ലാം ചെയ്യണം. അപ്പോൾ പൈസയ്ക്ക് ശമ്പളം കൊണ്ട് ടെമ്പററി ആയിട്ടുള്ള ആൾക്കാരെ അവിടെ വെച്ചിരിക്കുന്നത്. ഡോക്ടർ കരാർ വ്യവസ്ഥയിലാണ്. അപ്പോൾ അവർക്ക് ശമ്പളമൊക്കെ കൊടുക്കുന്നത് അവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കറണ്ട് കാശ് അടയ്ക്കേണ്ടതും അവരാണ്. പഞ്ചായത്തിന് കയറി അടയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ജില്ലാ ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ട് ഇതിൻ്റെ കറണ്ട് അടച്ചു കൊടുക്കാനുള്ള വരുന്നത് ഇവിടെ മരുന്നെടുത്ത് കൊടുക്കണം മൊബൈൽ വട്ടത്തിലാണെന്ന് പറഞ്ഞത്. ആ ഒരു നിലപാട് മാറ്റിയിട്ട് ഇവർ എത്രയും പെട്ടെന്ന് വൈദ്യുതി സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും ഒരു മുൻ പഞ്ചായത്ത് മെമ്പറാണ് ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥന. പനിയടക്കം മഴക്കാല സാംക്രമിക രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം വൈദ്യുതി പുനഃസ്ഥാപിച്ച് ക്ലിനിക്കിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. വണ്ടിപ്പെരിയാർ CHCയോടുള്ള അവഗണനയ്ക്കെതിരെ നടക്കുന്ന സമരത്തിൽ അധികാരികൾ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CP മാത്യു. വണ്ടിപ്പെരിയാർ CHCയോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന കോൺഗ്രസ് പശുമല ബ്രാഞ്ച് കമ്മിറ്റിയുടെ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വണ്ടിപ്പെരിയാർ CHCയോടുള്ള അവഗണനയ്ക്കെതിരെ നടക്കുന്ന സമരത്തിൽ അധികാരികൾ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CP മാത്യു. 1972 ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി ആരംഭിച്ച വണ്ടിപ്പെരിയാർ ആശുപത്രി ഇന്ന് CHCയായി തുടരുമ്പോഴും ഒരു CHCക്ക് അനിവാര്യമായ ഡോക്ടർമാരുടെ സേവനങ്ങളോ അത്യാസന്ന നിലയിലെത്തുന്ന രോഗികൾക്ക് അടിസ്ഥാന കിടത്തി ചികിത്സാ സൗകര്യങ്ങളോ തുടർ നടപടികളോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ലഭ്യമാവാത്ത സംസ്ഥാന സർക്കാരിന്റെ CHCയോടുള്ള അവഗണനകളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച റിലേ ഉപവാസ സമരം 22 നാളുകൾ പിന്നിടുകയാണ്. ഈ അവസരത്തിൽ തോട്ടം മേഖലയിലെ തൊഴിലാളികൾ സമരമേറ്റെടുത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് പശ്ചിമല ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ 22-ാം ദിന ഉപവാസ സമരം ഏറ്റെടുത്തത്. 22-ാം ദിന റിലേ ഉപവാസ സമരത്തിൽ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കുഴുവമാക്കൽ അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി PA അബ്ദുൾ റഷീദ് സ്വാഗതം ആശംസിച്ച 22-ാം ദിന ഉപവാസ സമരം DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ CHCയോടുള്ള അവഗണനയ്ക്കെതിരെ നടക്കുന്ന സമരത്തിൽ അധികാരികൾ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CP മാത്യു പറഞ്ഞു. വിഷയത്തിൽ തന്റെ സുഹൃത്തുക്കളായ ഭരണപക്ഷ നേതാക്കളോട് സംസാരിക്കുമെന്നും തീരുമാനമായില്ലെങ്കിൽ DCC നേതൃത്വങ്ങളെ പങ്കെടുപ്പിച്ച് സമരം ശക്തമാക്കുമെന്നും തുടർ നടപടികൾ ഇല്ലാത്ത പക്ഷം DCCയുടെ നേതൃത്വത്തിൽ ഒരു സർജനെ ആശുപത്രിയിൽ നിയോഗിച്ച് ആശുപത്രിയിൽ എത്തുന്ന നിർധന രോഗികൾക്ക് സേവനം നൽകുവാൻ കോൺഗ്രസ് ഇടുക്കി നേതൃത്വം തയ്യാറാവുമെന്നും DCC പ്രസിഡന്റ് CP മാത്യു പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ആരോപിക്കും വണ്ടിപ്പെരിയാറിലെ വാഹനങ്ങൾ സർക്കാർ വണ്ടികളടക്കം ഈ മേഖല മുഴുവൻ സ്തംഭിക്കുന്ന സമരവുമായി മുൻപോട്ട് പോകാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിർബന്ധിതമാവുകയാണ്. ഊർജിതമായി നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകും. ഞാനിന്ന് പറയസിനെ വിളിക്കുന്നുണ്ട്. ഞാൻ പഴയകാല CPIയുടെ സെക്രട്ടറി ശിവരാമൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. ഇപ്പം ഇരിക്കുന്ന സലീം കുമാർ അതിനേക്കാൾ അടുത്ത സുഹൃത്താണ്. രണ്ട് നേതാക്കന്മാരെ ഞാൻ വിളിക്കും. അവരുടെ കാര്യങ്ങൾ 23 മന്ത്രിയെ കാണും. ഇവിടെ ഉണ്ടാകുന്ന സമരം തീവ്രമായി പോയാൽ അതിലുണ്ടാകുന്ന ഘട്ടനഷ്ടങ്ങൾക്ക് ഞങ്ങൾക്കറിയാം. വണ്ടിയൊക്കെ പൊളിക്കുന്നതിൻ്റെ കാശുകളുണ്ട്. തീരുമാനമുണ്ടാകുന്നില്ലെങ്കിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ 24-നോ 25-നോ നാളെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഉണ്ട്. രാവിലെ 10 മുതൽ 4 വരെ ആ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ നിരാഹാരമിരിക്കുവാനുള്ള തീരുമാനമെടുക്കും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർക്ക് ആർക്കെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ DCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ചെറിയ ശാരീരിക പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ നിരാഹാരമിരിക്കാൻ നിർബന്ധിതമാകും എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയെയും സോമനെയും അവരെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു.
DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സിറീഖ് തോമസ്, ഷാജി പൈനടത്ത്, ആർ ഗണേശൻ, നേതാക്കളായ റോബിൻ കാരിക്കാട്ട്, M. ഉദയസൂര്യൻ, K. മാരിയപ്പൻ, TM ഉമ്മർ, രാജൻ, VG ദിലീപ്, ബോബൻ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ശാരി ബിനിശങ്കർ, ഷാൻ അരുവിപ്ലാക്കൽ, വിഘ്നേഷ്, നജീബ് തേക്കിൻകാട്ടിൽ, അലൈസ് വാരിക്കാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. VBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. പുറപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളിലും UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. നീതു ബിജിത്ത് ആറ്റുപുറത്ത്, അഡ്വക്കേറ്റ് ജോൺസൺ ജോസഫ് ചിറയ്ക്കൽ എന്നിവർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ജെബിൻ ജോസ് മുഴുത്തേറ്റ്, ജോർജ് MV മുല്ലക്കരയിൽ, ജോർജ് കുര്യൻ മേച്ചേരിൽ, ഷാനോയ് KC കന്യായിൽ, സതീശൻ VS വെളിയംകുന്നത്ത്, ഷിൻഡോ ജോസഫ് എരുമത്തൊണ്ടിയിൽ, രതീഷ് VK വട്ടക്കാട്ടിൽ, ഷാൻഡി ടോമി തടത്തിൽ, സീമോൾ വെളിയംകുന്നത്ത് എന്നിവരാണ് ബാങ്ക് ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. മൂന്നാറിൽ വീണ്ടും വളർത്തുമൃഗങ്ങൾക്ക് നേരെ പുലിയുടെ ആക്രമണം. കടലാർ ഈസ്റ്റ് ഡിവിഷനിലാണ് പശുവിനെ പുലി ആക്രമിച്ചത്. കാണാതായ പശുവിനെ അന്വേഷിച്ചെത്തിയ പ്രദേശവാസി പുലി പശുവിനെ ആക്രമിക്കുന്നത് കണ്ടതായും പറയപ്പെടുന്നു. ഗുരുതരമായി പരിക്കേറ്റ പശുവിന് ചികിത്സ ലഭ്യമാക്കി. മൂന്നാറിൽ വന്യജീവി ആക്രമണം അവസാനിക്കുന്നില്ല. കടലാർ ഈസ്റ്റ് ഡിവിഷനിൽ പ്രദേശവാസിയായ ജയശങ്കറിന്റെ പശുവിനെയാണ് പുലി ആക്രമിച്ചത്. മുമ്പും ഇതേ പശു പുലിയുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ടായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പശുവിന് ചികിത്സ ലഭ്യമാക്കി. இது ஒரு ரூட்டை புளி பிடிச்சி இந்த மாதிரி கால் ரொம்ப இதாகிருந்துச்சு. அப்புறம் புண்ணெல்லாம் ஆற்றி நல்லா கொண்டு வந்தோம். இந்த பழையபடி இந்த புளி பிடிச்சி இந்த மாதிரி மாடு தப்பிச்சு வந்திருக்கு. எங்களுக்கு இதை வச்சு தான் நாங்கள் அஞ்சு பிடிக்கிறது. பின்ன ரெண்டாவது டிசம்பர் மாதம் 8ஆம் தேதி கணேஷ்குமாருங்கிற ஒரு சூப்பரேசுக்குள்ள மாடு அதையும் இப்போ புளி பிடிச்சி கொண்டுருச்சு. அதுக்கு முன்னாடி அந்த கணேஷ்குமாருக்கு சூப்பரேசுக்குள்ள மாடு தான் பிடிச்சி கொண்டுருச்சு. அடுத்து வேலாயுதம் அவருக்குள்ள மாடும் புளி பிடிச்சி தான் கொண்டது. இது வரைக்கும் கிட்டத்தட்ட ஒரு 15 மாடை காலி பண்ணிடுச்சு இந்த புலி. மாவட்டமும் நாங்கள் எல்லாம் எழுதி கொடுத்து ஃபாரஸ்ட் வந்து எல்லாம் சொன்னாங்க, நாங்கள் எல்லாம் கொடுத்துடலாம், இன்றைக்கி செலவெல்லாம் பாருங்கன்னாங்க. இப்போ வரைக்கும் அந்த மாட்டுக்கு ₹1 கூட எனக்கு பைசா கிடைக்கல. கிட்டத்தட்ட நான் ஒரு 20,000 செலவிட்டுருக்கேன் இந்த மாட்டுக்கு. இப்போ வரைக்கும் ₹1 கூட ஃபாரஸ்ட் வந்து எந்த ஒரு நடவடிக்கையும் இல்லை. இந்த இருக்கிறவங்க இது வந்து சின்ன குட்டிங்க, இது வந்து இதாக இருக்கல, இதெல்லாம் சின்ன குட்டி, ஒரு குட்டி, மற்றது வந்து 2 பெருசு, மொத்தம் 3 எண்ணம். മേയാൻ വിട്ട പശു തിരികെ വരാതെ വന്നതോടെയായിരുന്നു ആളുകൾ തിരുക്കിയിറങ്ങിയത്. കാണാതായ പശുവിനെ അന്വേഷിച്ചെത്തിയ പ്രദേശവാസി പുലി പശുവിനെ ആക്രമിക്കുന്നത് കണ്ടതായും പറയപ്പെടുന്നു. കടലാർ ഈസ്റ്റ് ഡിവിഷനിലും വെസ്റ്റ് ഡിവിഷനിലുമായി പുലിയുടെ ആക്രമണത്തിൽ ഇതിനോടകം 15ലധികം പശുക്കൾ കൊല്ലപ്പെട്ടിട്ടുള്ളതായി പ്രദേശവാസികൾ പറയുന്നു. 1ലധികം പുലികളുടെ സാന്നിധ്യം പ്രദേശത്തുണ്ടെന്നാണ് ഇവിടുത്തെ ആളുകൾ നൽകുന്ന വിവരം. ജനവാസ മേഖലയിൽ ഇറങ്ങി ആക്രമണം നടത്തുന്ന പുലികളെ പിടികൂടി നീക്കണമെന്ന ആവശ്യവും കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ. സന്ധ്യ കഴിഞ്ഞാൽ കാളിയാർ പോലീസ് സ്റ്റേഷന്റെ പ്രവേശന കവാടത്തിൽ വെളിച്ചമില്ലാത്തത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതി. കോടിക്കുളം, വണ്ണപ്പുറം പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളും നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടുന്ന ഇവിടെ വഴിവിളക്കടക്കം യാതൊരു വെളിച്ച സംവിധാനവുമില്ല. മുൻപ് സ്റ്റേഷന്റെ പ്രവേശന കവാടത്തോട് ചേർന്ന് സോളാർ ലൈറ്റ് സ്ഥാപിച്ചിരുന്നെങ്കിലും ഇത് പ്രവർത്തനരഹിതമായിട്ട് നാളുകളായി. സന്ധ്യ കഴിഞ്ഞാൽ കാളിയാർ പോലീസ് സ്റ്റേഷന്റെ പ്രവേശന കവാടത്തിൽ വെളിച്ചമില്ലാത്തത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പൊതുജനങ്ങൾ. കോടിക്കുളം, വണ്ണപ്പുറം പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളും നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടുന്ന ഇവിടെ വഴിവിളക്കടക്കം യാതൊരു വെളിച്ച സംവിധാനവുമില്ല. മുൻപ് സ്റ്റേഷന്റെ പ്രവേശന കവാടത്തോട് ചേർന്ന് സോളാർ ലൈറ്റ് സ്ഥാപിച്ചിരുന്നെങ്കിലും ഇത് പ്രവർത്തനരഹിതമായിട്ട് നാളുകളായി. തൊടുപുഴ വണ്ണപ്പുറം റൂട്ടിൽ മെയിൻ റോഡിൽ നിന്നും 100 മീറ്ററോളം ഉള്ളിലായാണ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. കോട്ടപ്പാറ ഹിൽ സ്റ്റേഷൻ, തോമൻകുത്തടക്കം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് നിരവധി സഞ്ചാരികളാണ് ദിനംപ്രതി എത്തിച്ചേരുന്നത്. ഏതെങ്കിലും വിധ അടിയന്തര സാഹചര്യം ഉണ്ടായാലോ പോലീസ് സേവനം തേടണമെങ്കിലോ സ്റ്റേഷനു മുൻപിലൂടെ കടന്നുപോയാലും തിരിച്ചറിയാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്നും പൊതുജനങ്ങൾ പറയുന്നു. ഈ സാഹചര്യത്തിൽ ഇവിടെ വഴിവിളക്കോ ലൈറ്റിംഗ് ബോർഡുകളോ സ്ഥാപിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. പഴയരിക്കണ്ടം തേക്കിൻതണ്ട് ശ്രീ മഹാദേവിക്കാവ് ക്ഷേത്രത്തിൽ അതിദിവ്യ ഔഷധ സേവയും ധന്വന്തരി ഹോമവും നടന്നു. ക്ഷേത്ര ആചാര ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി സജി ശാന്തികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാലപ്പഴക്കം നിർണ്ണയിക്കുവാൻ സാധിക്കാത്ത അതിപുരാതനമായ ഋഷിവര്യന്മാരാൽ നിർമ്മിതമായി എന്ന് കരുതപ്പെടുന്ന പഴയരിക്കണ്ടം തേക്കിൻതണ്ട് മഹാദേവിക്കാവ് ക്ഷേത്രത്തിൽ അതിദിവ്യ ഔഷധ സേവയും ധന്വന്തരി ഹോമവും വയനാടൻ ആദിവാസി മൂപ്പൻ തയ്യാർ ചെയ്ത ഒറ്റമൂലി ഔഷധ സേവയും നടന്നു. ക്ഷേത്ര ആചാര ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി സജി ശാന്തികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദക്ഷിണായന കാലമാണ്. ഈ ദക്ഷിണായന കാലത്തിലേക്ക് വ്യതിചലിക്കുന്ന ആ സമയത്ത്
നമ്മുടെ ശരീരം ഇളതാവും. അതായത് നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറയും, ശരീരത്തിൻ്റെ ആരോഗ്യങ്ങളുമൊക്കെ കുറഞ്ഞ് പല രീതിയിലുള്ള അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യതകളുണ്ട് അല്ലേ? നമ്മുടെ കാലാവസ്ഥകൾ മൊത്തത്തിൽ മാറ്റമല്ലേ? കർക്കിടക മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അസുഖങ്ങളും ചുമയും പനിയും അതുമൊക്കെ ആയിട്ട് ഓരോ വർഷങ്ങൾ വരുന്ന കൂടുതലും കർക്കിടകത്തിലാണ് അല്ലേ? കാരണവന്മാർ പറഞ്ഞിട്ടില്ലേ, കർക്കിടകത്തിൽ ഒരു ചതവ് പറ്റിയാൽ അടുത്ത കർക്കിടകത്തിൽ നമ്മൾ ഓർക്കാനിടയാവും. ആ കർക്കിടകത്തിൽ അതിന് വേദന ഉണ്ടാവും, ശരിയല്ലേ? അപ്പം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കർക്കിടക മാസത്തിൽ വന്നു ചേർന്നാക്കാവുന്ന പല വിധത്തിലുള്ള മാരകമായ പ്രകൃതിക്ഷോഭങ്ങൾ മുതലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവാം. ക്ഷേത്ര ചടങ്ങുകൾക്ക് സുധീഷ് ശാന്തികൾ, അനന്തു ശാന്തികൾ എന്നിവർ നേതൃത്വം നൽകി. മലവർഗ മഹാജനസംഘം പ്രസിഡന്റ് സജീവൻ തേനിക്കാക്കുടിയിൽ, ബിന്ദു സുകുമാരൻ, രവീന്ദ്രൻ കറിക്കല്ലിൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുളപ്പുറം റവറന്റ് ഫാദർ TCMM സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ഇതര ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടത്തി. PTA പ്രസിഡന്റ് വിനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഗാനരചയിതാവും സംഗീത സംവിധായകനും നാടക നടനുമായ ഷമീർ അസീസ് ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെ വാർഡ് മെമ്പർ സന്തോഷ് കുമാർ ആദരിച്ചു. കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഹെഡ് മിസ്ട്രസ് ഡൽഹി K മോൾ, വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ ജിഷ മോൾ PG തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച കണ്ണന്റെ മൃതദേഹം സംസ്കരിച്ചു. തുടർച്ചയായി കാട്ടാന ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് വനംവകുപ്പിന്റെ അനാസ്ഥ മൂലമെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചിന്നക്കനാലിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകർ പോലീസ് പ്രതിരോധം മറികടന്നതോടെ നേരിയ ഉന്തും തള്ളും ഉണ്ടായി. മരണപ്പെട്ട കണ്ണന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. കൃഷിയിടത്തിലെത്തിയ ആനക്കൂട്ടത്തെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ടാങ്കിമേടുകൂടി നിവാസിയായ കണ്ണൻ കൊല്ലപ്പെട്ടത്. നാട്ടുകാർ ചേർന്ന് ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ഇവ കണ്ണന് നേരെ തിരിയുകയും ആക്രമിക്കുകയുമായിരുന്നു. പിന്നീട് കൂടുതൽ ആളുകളെത്തി ആനകളെ തുരത്തിയ ശേഷമാണ് കണ്ണനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ചിന്നക്കനാലിലെ ആദിവാസി മേഖലകളിൽ അടക്കം പതിവായി കാട്ടാനക്കൂട്ടങ്ങളും ഒറ്റയാന്മാരും നാശം വിധിക്കുമ്പോഴും വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത്. സൂര്യനെല്ലിയിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് തകർത്ത് ഫോറസ്റ്റ് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. RRT വാഹനങ്ങളും ഇവർ ആക്രമിച്ചു. മരിച്ച കണ്ണന്റെ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. എന്ത് നടപടിയാണ് ഈ 6 മാസത്തിനുള്ളിൽ 6 ആളുകളുടെ ജീവൻ ഈ ദേവികുളം താലൂക്കിൽ മാത്രം നഷ്ടപ്പെട്ടിട്ടും ഇവിടുത്തെ സർക്കാർ എടുത്തിട്ടുള്ളത്? അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഈ സമരത്തിലൂടെ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, ഇത് ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരമല്ല. ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനപക്ഷ സമരത്തിനാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇവിടെ പ്രശ്നക്കാരായിട്ടുള്ള ചക്കക്കൊമ്പൻ ഉൾപ്പെടെയുള്ള ആനകളെ അരിക്കൊമ്പൻ മോഡലിൽ പിടിച്ച് ഈ നാട് കടത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇവിടെ മരണപ്പെട്ട കണ്ണൻ എന്ന് പറയുന്ന അയാൾക്ക് ആവശ്യമായിട്ടുള്ള ധനസഹായം കൊടുക്കുവാൻ വേണ്ടി ഈ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ യൂത്ത് കോൺഗ്രസ് മറ്റൊരു ആവശ്യം കൂടി ഉയർത്തിപ്പിടിക്കുകയാണ്. ഇവിടെ ഫോറസ്റ്റിന്റെ ആളുകൾ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത്? ഒരു വിറക് വിറക്കുവാൻ വേണ്ടി ഏതെങ്കിലും ഒരാൾ ഒരു ഫോറസ്റ്റിലേക്ക് കയറിയാൽ, ഒരു ചുള്ളിക്കമ്പെടുക്കാൻ വേണ്ടി കയറിയാൽ അവരെ കയ്യാമം വെച്ച് വിലങ്ങടിച്ച് ജയിലിലടയ്ക്കാൻ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് അറിയാം. ഇവിടെ ഏതെങ്കിലും ഒരാൾ ഒരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ഒരു ഫോറസ്റ്റിലേക്ക് കയറിയാൽ അദ്ദേഹത്തെ പിടിക്കാൻ ഇവർക്കറിയാം. ആ ഫോറസ്റ്റുകാർക്ക് കാട്ടിൽ കയറുന്ന നാട്ടിലെ ആളുകളെ പിടിക്കാൻ അറിയാമെങ്കിൽ നാട്ടിലേക്ക് ഇറങ്ങുന്ന കാട്ടുമൃഗങ്ങളെ, വന്യമൃഗങ്ങളെ തടയാനുള്ള നടപടി കൂടി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കണ്ണന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും 5 ലക്ഷം രൂപ അടിയന്തരമായി കൈമാറുമെന്നും ദേവികുളം MLA A. രാജ പറഞ്ഞു. കണ്ണന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, ചിന്ന.
കാട്ടാനകളുടെ എണ്ണം കുറയുന്നുവെന്ന് വനംവകുപ്പ് പറയുമ്പോൾ ഇതുവരെ കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടാകാത്തിടത്തുവരെ ആനകൾ ഇറങ്ങുന്നതിന്റെ ആശങ്കയിലാണ് ഹൈറേഞ്ചിലെ കുടുംബങ്ങൾ. ബൈസൺ വാലി 20 ഏക്കർ കുടിയുടെ മുകൾ ഭാഗത്താണ് കാട്ടാനകൾ ഇറങ്ങിയത്. പ്രദേശവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് RRT സംഘമെത്തി കാട്ടാനകളെ പ്രദേശത്തു നിന്നും തുരത്തി. ബൈസൺ വാലി ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് കാട്ടാന ഭീതി രൂപം കൊണ്ടിട്ടുള്ളത്. 20 ഏക്കർ കുടിയുടെ മുകൾ ഭാഗത്തായി കാട്ടാനകൾ ഇറങ്ങി. 6ഓളം ആനകൾ ഉൾപ്പെട്ട സംഘമാണ് കൃഷിയിടത്തിൽ ഇറങ്ങിയത്. ഏലവും വാഴയും അടക്കമുള്ള കൃഷിവിളകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. പ്രദേശവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് RRT സംഘമെത്തി കാട്ടാനകളെ പ്രദേശത്തു നിന്നും തുരത്തി. പ്രദേശത്ത് കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടായതോടെ ആളുകളിൽ ആശങ്ക ഉടലെടുത്തു. മൊത്തം 6 ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുറേ ചക്കയും കുറേ വാഴയും ഏലും എല്ലാം പോയി. ഇതിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കണം, ഇല്ലാതെ പറ്റത്തില്ല. ഇതിപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്നത്. ഇത്രയും നാളായിട്ട് ഇവിടെ ആനയൊന്നും ഇറങ്ങിയിട്ട് എൻ്റെ അറിവിലില്ല. ഇവിടെ അങ്ങനെയൊന്നും ഇറങ്ങിയിട്ടില്ല. ഇപ്പം ഇനി എന്നാ ചെയ്യും, നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഇവിടുന്ന് താഴെ തൊട്ട് കുറേ വാഴകൾ നശിപ്പിച്ചിട്ടുണ്ട്. കൃഷിയിടങ്ങളിൽ കുറേ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇതിലാണ് ആ തോട് വഴി കയറി ഇതിൽ വന്ന് ഇവിടെ നിന്നു. ഇവിടെ നിന്നാണ് കയറിപ്പോയത്. ഞങ്ങൾ 70 വർഷക്കാലമായി ഇവിടെ ജീവിക്കുന്നു. ഇതുവരെ ഇങ്ങനെ ആനയോ മറ്റുള്ള മൃഗങ്ങളോ ഇവിടെ ഇറങ്ങി വന്നിട്ടില്ല. ഈ വർഷം കാറ്റും പ്രകൃതിക്ഷോഭം കാരണം ഉൽപ്പാദനമില്ലാതെ യാതൊരു വിധത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു. ഏതെല്ലാം ഒടിച്ചിട്ടിരിക്കാനും അതിനിടയിൽ ആനയും കൂടെ വന്നു. ജീവിക്കാനും വയ്യ. ജീവിക്കാനുള്ള വഴി നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കുട്ടികൾക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ താമസിക്കാൻ തന്നെ ഭയമാകുന്ന ഒരവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. ഇതിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണം. ഒരിക്കലും കൃഷി സ്ഥലത്ത് വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതിനെതിരെ സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള സത്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ്. ഈ ഭാഗത്ത് കാട്ടാനകളുടെ സാന്നിധ്യം മുമ്പ് ഉണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം. ആനകളെ കൃഷിയിടത്തിൽ നിന്നും തുരത്തിയെങ്കിലും അവ വീണ്ടും തിരികെ എത്തുമോ എന്ന ആശങ്ക സമീപവാസികൾക്ക് പങ്കുവയ്ക്കുന്നു. ആനകൾ കൃഷിയിടത്തിൽ നിലയുറപ്പിക്കുന്ന സാഹചര്യമുണ്ടായാൽ കർഷകർക്കത് വിനയാകും. കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ നടപടി വേണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ബൈസൺ വാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിച്ചത് വ്യാപക പ്രതിഷേധത്തിന് കാരണമായി. KSEB ഫ്യൂസൂരി. മുള്ളരിങ്ങാട് ഹോമിയോ ആശുപത്രി ഇരുട്ടിലായിട്ട് 1 മാസം. രോഗികളെ പരിശോധിക്കുന്നതും മരുന്ന് കൊടുക്കുന്നതും മൊബൈൽ വെളിച്ചത്തിൽ. വണ്ടിപ്പെരിയാർ CHCയോടുള്ള അവഗണനയ്ക്കെതിരെ നടക്കുന്ന സമരത്തിൽ അധികാരികൾ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CP മാത്യു. സന്ധ്യ കഴിഞ്ഞാൽ കാളിയാർ പോലീസ് സ്റ്റേഷന്റെ പ്രവേശന കവാടത്തിൽ വെളിച്ചമില്ലാത്തത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതി. കോടിക്കുളം, വണ്ണപ്പുറം പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളും നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടുന്ന ഇവിടെ വഴിവിളക്കടക്കം യാതൊരു വെളിച്ച സംവിധാനവും ഇല്ല. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.